എന്തൊക്കെയാണ് സ്കൂളിലൊക്കെ നടക്കുന്നത് ഞങ്ങൾ ആഘോഷത്തിൻ്റെ ഒക്കെ പേരിൽ എനിക്ക് ഇതും പലരും വിട്ടുന്നു. സ്കൂളിലൊക്കെ നടക്കുന്ന സംഗതികൾ പെൺകുട്ടികൾക്കൊന്നും ഒരു ഹയാവും ഇല്ലാതെ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഖുർആന്റെ വെളിച്ചും തണലും ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കും ഇപ്പോൾ അതൊന്നും വലിയ ഭാരമായിട്ടൊന്നും തോന്നില്ല. നമ്മളിതിലൊക്കെ ഭാഗവാക്കായിട്ടുണ്ടാവും. നമ്മളവരൊന്നും ആക്ഷേപിക്കല്ല, ഗുണകാംക്ഷയോടുകൂടെ പറയണം. ഓൽക്കത് അശ്രദ്ധയാണ്, ഓൽക്കത് മനസ്സിലാണില്ല. എന്താ ഒരു എന്നോട് ചോദിച്ചു ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ഓണത്തിനൊക്കെ സാരിയും അതിൻ്റെ ഒരു സാരി എന്താ സെറ്റ് സാരിയോ വെള്ളിയാഴ്ചയാണുള്ളത് ഞാൻ കണ്ടത്. ആ വെള്ളിയാഴ്ച ഞാൻ കൊത്തുപഞ്ഞ് പോയി നോക്കുമ്പോൾ ബ്ലോക്കിന്റെ അങ്ങേയറ്റത്തെ ബ്ലോക്ക് വണ്ടിയൊക്കെ കാല് കടഞ്ഞിട്ട് വണ്ടി ഓട്ടോമാറ്റിക് ആക്കേണ്ടിരുന്നൊക്കെ തീരുമാനിച്ചതെന്നാണ്. അങ്ങനെ പോകണേ ഈമാനോടെ പോട്ടെ. ഒരു സാരി എടുക്കാനൊക്കെ പോകണ ഈമാനാണെങ്കിൽ തെറിച്ചാ പോണ എന്താ പറയാ ജലദോഷം പിടിച്ചു പോകണു എന്നാ അങ്ങോട്ട് പോട്ടെ, വിശ്വാസം കൊണ്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞാല് അത് ഈ പറയുന്ന മൂല്യന്മാരുള്ള ഇറക്കാണേക്കാളും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ആ പറച്ചിലോട് കൂടെ തന്നെ ആള് മുർത്തതാവും. അങ്ങനത്തെ ഒക്കെ വർത്താനങ്ങളാണ് പറയണത്. ഈ വർത്താനാണ് അപകടം. എന്നമാർക്ക് അതൊക്കെ ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനിപ്പോൾ മൂല്യരും കാലിയൊന്നും വേണ്ടല്ലോ, അവനാൻ്റെ പെരി അവനോ പറഞ്ഞാൽ മതി. പെരിന്നാണല്ലോ ഈ വരുന്നൊക്കെ, ഈ ആണുങ്ങളൊക്കെ ഉള്ള പെരിന്നാണല്ലോ, ഈ വാപ്പാര മക്കളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഓരോ ന്യായം എന്താ അറിയോ, അതിപ്പോൾ ഒരു ഡ്രസ് കോഡല്ലേ ഇപ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടോ ആര് എൻ്റെ മോന് സാരി എടുത്ത ആളല്ല ചോദിക്കണുണ്ടോ, എടുക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഒരാളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ശരിയാണ് പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഓണം ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷം എന്നുള്ളതിൽ ആർക്കെയും തർക്കമുണ്ടോ? ഇതിനെ പൂക്കളിടുന്നത് പൂക്കളെ തൃക്കാക്കരയാണല്ലോ ഈ വാമന ദൈവത്തിനുള്ള ക്ഷേത്രം ഉള്ളത്. അങ്ങോട്ട് പോണതിന് പകരം ഇവിടെ പൂക്കളം ഇട്ടിട്ട് മൂർത്തികളൊക്കെ വെക്കുന്നുണ്ട്. അതിനാണ് ഈ പൂക്കളം. അപ്പോൾ ഒരു ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവം എന്നുള്ളതിൽ തർക്കമില്ല. അപ്പം നമുക്ക് അതിനുള്ള നിലപാട് എന്താ വെച്ചാൽ നമ്മളെ ഫുഖഹാക്കള് ഇമാമിങ്ങൾ പറഞ്ഞത് അതിൽ വിശ്വസിക്കാൻ പാടില്ല, അതിനോട് തുല്യമാകാനും പാടില്ല, അതിനോട് യാതൊരു മുഷാബത്തും കൽപ്പിക്കാതെ അതിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ചോറ് വെച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്നുള്ള മസലൊക്കെ ഉണ്ട്. ഇത് തുല്യമാകലല്ലേ, ഈ പൂക്കളിടലും ഈ സാരി എടുക്കലൊക്കെ തുല്യമാകണ വിഷയമല്ലേ. അപ്പം അത് ഹറാമാണ്. അത് പറഞ്ഞപ്പോൾ എൻ്റെ മോനോട് നിന്നു. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കിട്ടുന്ന ചാൻസിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, തടയണം, നന്മ ഉപദേശിക്കണം, തിന്മ തടയണം. അത് ഈ ഉമ്മത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അത് നാവുകൊണ്ട് പറ്റുമെങ്കിൽ നാവുകൊണ്ട് പറയാ, കൈയോണ്ട് പറയേണ്ടടുത്ത് കൈയോണ്ട് എന്താക്കുക തടുക്കുക. അതില്ലെങ്കിൽ മനസ്സുകൊണ്ട് തന്നെയെങ്കിലും. യൂട്യൂബിലൊക്കെ ഓരോ മൂപ്പന്മാരുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഭയങ്കര ആഘോഷം ഉണ്ടായത്. വേറെ ആള് പറഞ്ഞു ഇവർക്കൊന്നും ഹൈന്ദവ സഹോദരന്മാർക്കൊന്നും കിട്ടിയില്ലോ ഈ സെറ്റ് സാരി ഇതൊക്കെ പടക്കപ്പാടെ മാപ്പിളാരനെ കൊണ്ടുപോയിട്ട് ഓൽക്കുള്ളത് കഴിഞ്ഞു തന്നെ, അവർക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും എൻ്റെ അവകാശികൾക്ക് അതിൽ ദുൽമ എന്തൊരു പാടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ പറയാ, നല്ല മൃദുലമായിട്ട് പറഞ്ഞു കൊടുക്കണം, വളരെ സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോൾ ഈ മാർഗത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ അതിന് മുമ്പിലുണ്ടാവും, ഞാനൊക്കെ മുമ്പിലുണ്ടാവും തന്നെ. ഞാനിപ്പോൾ ഈ മേഖലയിലൊക്കെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്താ നാട് തെറിച്ചോണം കാണണ്ടൊക്കെ ചോദിക്കണം, അതിലേക്ക് ഞാനൊക്കെ ഉണ്ടാകാതെ എനിക്ക് തോന്നുന്നത്. സ്കൂളിപ്പോൾ വളരെയധികം അനർത്ഥങ്ങളും സംഗതികളും